എന്താണ് ഒരു ഫസ്റ്റ് സിനിമയാണ്? എനിക്കെന്തോ ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ലേണിംഗ് പ്രോസസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതൊക്കെ തന്നെ. ഇപ്പോഴത്തെ ഒരു സിനാരിയോ ബിഗ് ബോസ് ആയതുകൊണ്ടും പ്രീവിയസ് മത്സരാർത്ഥി ആയതുകൊണ്ടും ചോദിക്കരുത്, കണ്ടു തുടങ്ങിയ ഇല്ല, ഞാൻ അങ്ങനെ മേ ബി പോയോണ്ടായിരിക്കും കാണാൻ അങ്ങനെ തോന്നിയിട്ടില്ല. വീക്കെൻഡ് എപ്പിസോഡ് ലാൽ സാറിൻ്റെ പ്രമോ കാണുമ്പോഴത്തേക്കിനും ഇടയ്ക്ക് കാണാറുണ്ട്. എനിക്ക് അങ്ങനെ സത്യം എനിക്ക് അങ്ങനെ അറിയില്ല. ഞാനങ്ങനെ മേ ബി പോയവർക്ക് അങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ കാണാറില്ല. ഈ വീക്കെൻഡ് എപ്പിസോഡ് ലാൽ സാറിന് കുറച്ച് പരിപാടികൾ കാണാറുണ്ട്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിരുന്നു? ഇല്ല ഏട്ടാ, ഞാൻ ട്രാവലിംഗിലായിരുന്നു, കണ്ടില്ല. കേരളത്തിൽ മൊത്തം ചർച്ചയായ ഒരു പ്രൊമോയാണ് ഇന്നലെ. ഞാൻ പ്രമോ കണ്ടിരുന്നു. എനിക്കതിനെ ബാക്കി എനിക്കതിനെ പറ്റി ഡീറ്റെയിൽ എനിക്ക് അറിയില്ല. അതിന്റെ സംഭവം എന്താണെന്ന് എനിക്ക് സംസാരിക്കും. എനിക്കതിനെ പറ്റി ഡീറ്റെയിൽ അറിയില്ല. വനിതയ്ക്ക് വരും. വനിതയ്ക്കോ? വനിതയിൽ 10-ാം തീയതി ഓഫ് കോഴ്സ് ഞാൻ കാണും. പാർട്ട്ണർ ഉണ്ടാവും കൂടെ. ഏത് പാർട്ട്ണർ? ഇതിനകത്ത് എനിക്ക് ആക്ച്വലി പാർട്ട്ണറില്ല, ഒറ്റയ്ക്കാണ്. ഏത് പാർട്ട്ണർ ഉദ്ദേശിച്ചത്? ശ്രീധുവില്ലല്ലോ. ഇല്ല, ഇത് മൂവി നമ്മുടെ പ്രൊഫഷണൽ. അപ്പൊ എന്തിനാണ് അവരെ ചെന്നൈയിലാണോ? ഇപ്പോഴത്തെ ഇല്ല കേട്ടോ. ലൈക്ക് റീൽസ് കാണാറുണ്ട്. ഞാൻ കുറച്ച് റീൽസും പരിപാടികളൊക്കെ കാണാറുണ്ട്. അല്ലാതെ ഇരുന്ന് കാണാനുള്ളൊരു മൈൻഡ് സെറ്റ് വന്നിട്ടില്ല എനിക്ക്. എന്നാലും ഇപ്പോഴത്തെ ഒരു വെച്ച് നോക്കുമ്പോൾ കണ്ടിടത്തോളം ആരായിരിക്കും സത്യം പറഞ്ഞാൽ ഈ മീൻ നമുക്ക് ബിഗ് ബോസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ആരാണ് അങ്ങനെ വരുന്നതൊന്നും. നമുക്ക് അതിനെപ്പറ്റി വലിയ മേ ബി അതിനെപ്പറ്റി റിവ്യൂ പറയുന്നവർക്കൊക്കെ ബെറ്റർ. ഞാനും അതിനകത്ത് പോയി വലിയ കാര്യം ചെയ്തെന്ന് എനിക്കും പറയാൻ പറ്റില്ല. ഞാൻ അതിനകത്ത് പോയൊരു കാര്യത്തിന് വേണ്ടി പോയി അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നു. മേ ബി മുമ്പോട്ടും ഹോപ്പ്ഫുള്ളി. പ്രതീക്ഷയുണ്ടോ? എനിക്ക് അങ്ങനെ ഞാൻ കാണുന്നില്ല. അറിയാം, എനിക്ക് ആൾക്കാരെ അറിയാം. ഓഫ്കോഴ്സ് ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള എനിക്കറിയാം. പക്ഷെ അങ്ങനെ ആര് വരും അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഡീപ്പായിട്ട് എനിക്കറിയില്ല. ഇത്ര റീൽസ് ഒക്കെ കണ്ട സ്ഥിതിക്ക് ഒരാൾ നമ്മുടെ മനസ്സിലുള്ളിലുണ്ടാവും, ഇങ്ങനെ ഒരാൾ കൊള്ളാന്നൊക്കെ അറിയില്ല. ഞാൻ പറഞ്ഞേ ഇപ്പം ഞാൻ അകത്ത് പോയോണ്ടായിരിക്കും. മേ ബി അകത്ത് കാണുന്നത് പുറത്താണ് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയ ചാൻസസ് ഉണ്ട്. സോ ഇടയ്ക്ക് റീൽസ് മാത്രം ഞാൻ കാണുന്നത് കുറച്ച് എന്താ പറയുക, കുക്കിങ് അല്ലെങ്കിൽ കോമഡി അങ്ങനത്തെ സംഭവങ്ങളാണ്. നമ്മൾ റീൽസ് കാണുമ്പോൾ നമ്മൾ കാണേണ്ട സജഷനല്ലേ വരത്തുള്ളൂ. ഞാൻ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, റീൽസിൽ വരുന്ന മാത്രം അങ്ങനെ കാണാറുണ്ട്. ഇല്ല, റാൻഡമായിട്ടുള്ള ഇപ്പം കുറേ പേര് ഞാൻ കണ്ടു. നെവിൻ്റെ കുറച്ച് ഡാൻസും പരിപാടി അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രൊമോയിൽ കാണുന്നതൊക്കെ തന്നെ. ഇല്ല, എനിക്കങ്ങനെ പരിചയം അങ്ങനെ ഇല്ല. അറിയാം കുറച്ച് ആൾക്കാർ, അല്ലാതെ എനിക്കങ്ങനെ ഫ്രണ്ട് ഇല്ല കേട്ടോ. എനിക്ക് ആ പരിപാടി ഞാൻ മൊത്തം കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് കാണാത്ത നമ്മളിപ്പം ജനറേഷൻസ് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയല്ലോ. അപ്പോൾ ഓരോരുത്തരും ഇഷ്ടം എങ്ങനെ ജീവിക്കണം എന്ന് ഓരോരുത്തരും ഇഷ്ടമാണ്. അത് സൊസൈറ്റിക്ക് ഭാരമാകാതെ സ്വന്തത്തിൽ എങ്ങനെയാണെങ്കിലും ജീവിക്കാം. അതിനുള്ള ഫ്രീഡം ഒക്കെ ഇന്ത്യയിലുണ്ട്. ഞാനത് കേട്ടില്ല എക്സാക്ട്ലി. ഇവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. ഇപ്പം സ്വന്തം വീട്ടിൽ കുഴപ്പമില്ല. പിന്നെ എന്താണ്, ഞാൻ കണ്ടു, പ്രൊമോ കണ്ടിട്ടുണ്ട്. ഈ മറ്റു സീസൺ വെച്ചിട്ട് ഈ സീസൺ ഭയങ്കര അങ്ങനൊന്നുമില്ല. അല്ല, ഇപ്പൊ എല്ലാ സീസണിലും അങ്ങനെ മാറി മാറി വരും. അതല്ല മെയിനായിട്ട് ലാലേട്ടൻ നിങ്ങളുടെ സീസൺ ആയാൽ പോലും എല്ലാ വീക്കെൻഡ് എപ്പിസോഡും ഒന്നും ലാലേട്ടൻ ഇത്ര ഒരു ഹാർഷായിട്ടോ മുഖങ്ങർപ്പിച്ച് സംസാരിച്ചിട്ടില്ല. അല്ല, സെക്കൻഡ് തേർഡ് വീക്ക് ആയി ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് ലാലേട്ടൻ അവരുടെ അടുത്ത് ഇപ്പൊ ഇന്നും ഉണ്ട്. എനിക്ക് സീരിയസ്ലി ഞാനിത് 24 hours എപ്പിസോഡ് അങ്ങനെ കാണാറില്ല. റീൽസ് മാത്രം അങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളൂ. ലാൽ സാറിൻ്റെ എപ്പിസോഡ് മാത്രം കണ്ടു. മേ ബി ഈ സീസണിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ മെൻറ്റാലിറ്റി എൻ്റയർലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് സീസൺ വരുമ്പോഴത്തേക്കിനും മേ ബി അവർ പറയും ഈ സീസൺ ബെറ്റർ. അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ലൈക്ക് ആ കോണ്ടസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് കോണ്ടന്റ് മാറും. എന്താണ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. ഈവൻ നമ്മളതൊക്കെ മെറ്റീരിയൽ ഒന്നുമല്ല, അതൊരു ലൈഫിൻ്റെ വേറൊരു കൈൻഡ് ഓഫ് സൈഡാണ്. അവിടെ പോയിട്ട് എങ്ങനെ കളിക്കണം അല്ലെങ്കിൽ എങ്ങനെ 100 days നിൽക്കണം എന്നുള്ളൊരു കാര്യമുള്ളൂ. അതിൽ ബിഗ് ബോസ് മെറ്റീരിയൽ എന്നും പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല, ടു ബി ഓണസ്റ്റ്. സത്യം പറയാൻ എനിക്ക് അതിനെപ്പറ്റി ഞാൻ എൻ്റെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽഡ് അറിയില്ല. അത് കഴിഞ്ഞു എനിക്ക് എൻ്റെ രീതിയിൽ ഞാൻ അതിന് മുമ്പാണെങ്കിൽ എനിക്ക് എന്തായിരുന്നു പണി അത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും എനിക്കറിയാവുന്ന പണി ചെയ്യുന്നു. നിങ്ങളുടെ സീസണിലെ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോൾ